നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൈന്ദവ വിശ്വാസങ്ങൾ പ്രകാരം പിതൃലോകത്തെ പക്ഷിയാണ് കാക്ക എന്ന് പറയുന്നത്. നമ്മളുടെ പിതൃക്കന്മാരെ അനുഗമിച്ച് ഭൂമിയിലേക്ക് എത്തുകയും പിതൃക്കന്മാരുടെ ദൂതുമായി നമ്മളുടെ അരികിലേക്ക് എത്തുകയും ചെയ്യുന്ന പക്ഷിയാണ് കാക്ക എന്ന് പറയുന്നത്. കർക്കിടകവാവ് അടുത്ത് നിൽക്കുന്ന ഈ ഒരു സമയത്ത് നമ്മളുടെ പിതൃക്കന്മാരുടെ സാന്നിധ്യം ഈ ഭൂമിയിലും നമ്മുടെ വീട്ടിലും ഉണ്ട് എന്ന് കരുതപ്പെടുന്ന ഈ ഒരു വാവ് സമയത്ത് നിങ്ങളുടെ വീട്ടിലോ പരിസരത്തോ കാക്ക വന്ന് ഈ ലക്ഷണങ്ങൾ കാണിക്കുന്നത് അതീവ ശുഭകരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഞാനിവിടെ നിങ്ങൾക്ക് 5 ലക്ഷണങ്ങൾ പറഞ്ഞു തരാം. ഈ 5 ലക്ഷണങ്ങളിൽ ഒന്നെങ്കിലും നിങ്ങളുടെ വീട്ടിൽ കാക്ക വന്ന് ഈ വാവ് ദിവസമോ അല്ലെ വാവ് അടുത്ത് നിൽക്കുന്ന ഈ 3-4 ദിവസങ്ങളിൽ എപ്പോഴെങ്കിലുമോ വീട്ടിൽ കാണിച്ചു കഴിഞ്ഞാൽ ഉറപ്പിച്ചോളൂ, നിങ്ങൾക്ക് പിതൃക്കന്മാരുടെ അനുഗ്രഹമുണ്ട്, പിതൃക്കന്മാർ അനുഗ്രഹിച്ചിരിക്കുന്നു, ആ വീട് രക്ഷപ്പെടാൻ പോവുകയാണ്. ഈ വാവ് കഴിയുന്നോടുകൂടി ഈ ലക്ഷണങ്ങൾ കണ്ടിട്ടുള്ള വീടുകൾ രക്ഷപ്പെടും. സാമ്പത്തികമായിട്ടായാലും ഐശ്വര്യപരമായിട്ടായാലും ജീവിത വിജയങ്ങളായാലും ആ വീടും വീട്ടിലുള്ളവരും യുവതലമുറയും രക്ഷപ്പെടാൻ പോവുകയാണ് എന്നുള്ളതിൻ്റെ ലക്ഷണമായി കണക്കാക്കാം. അപ്പം നമുക്ക് മനസ്സിലാക്കാം എന്തൊക്കെയാണ് കാക്ക നൽകുന്ന ആ 5 ശുഭശകുനങ്ങൾ എന്നുള്ളത്. അതുപോലെ തന്നെ വേറെ ചില ദോഷങ്ങളും ഉണ്ട്, ദോഷശകുനങ്ങളും ഉണ്ട്. അതും ഞാൻ വീഡിയോയുടെ അവസാനം കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തരാം. ദീർഘിപ്പിക്കുന്നില്ല, ഒന്നൊന്നായിട്ട് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ വാവ് അടുത്ത് നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ വീടിൻ്റെ മുന്നിലോ നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ഉമ്മറത്തറയിലോ അല്ലെങ്കിൽ ആ പടിയുടെ ഭാഗത്തോ കാക്ക, പൂവ്, ലോഹം, മരക്കഷ്ണം, ധാന്യം, ഈ 4 വസ്തുക്കളിൽ ഏതെങ്കിലും ഒന്ന് കൊത്തിക്കൊണ്ടുവന്നിടുക എന്നുള്ളതാണ് ഏറ്റവും ശുഭമായിട്ടുള്ള, ഏറ്റവും ശുഭശകുനമായിട്ട് കണക്കാക്കുന്ന കാര്യമാണ്. ഈ പിതൃപ്രീതിയുടെ 1-ാം നമ്പർ ലക്ഷണമായിട്ട് കണക്കാക്കുന്നതാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. ലോഹം, മരക്കഷ്ണം, പൂവ്, ധാന്യം, ഈ 4 എണ്ണത്തിൽ ഒന്നെങ്കിലും വീടിൻ്റെ തിരുമുറ്റത്ത് കാണാനിടയായാൽ സർവൈശ്വര്യമാണ്. കാക്ക അത് കൊണ്ടുവന്നിടുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രവർത്തികളിൽ, നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള പിതൃപൂജകളിൽ പിതൃക്കന്മാർ സംതൃപ്തരാണ്, ഐശ്വര്യം വരാൻ പോകുന്നു. എല്ലാ രീതിയിലും നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖ ദുരിത അനർത്ഥങ്ങൾ തീർന്ന് ഐശ്വര്യം കൈവരാൻ പോവുകയാണ് എന്നുള്ളതാണ്. ഒരു കാരണവശാലും കാക്കയെ ആട്ടിപ്പായിക്കരുത് കേട്ടോ. ഈ വാവ് അടുത്ത് നിൽക്കുന്ന ഈ ലക്ഷണം കാണിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി ഒരിക്കലും കാക്കയെ അടിച്ചോടിക്കാനോ കാക്കയെ ഉപദ്രവിക്കാനോ കാക്കയെ പിടിക്കാൻ നോക്കാനോ ഒന്നും ചെയ്യരുത് കേട്ടോ. കാക്ക നമുക്ക് ഐശ്വര്യവുമായിട്ട് വരുന്നതാണ് വാവ് അടുത്ത് നിൽക്കുന്ന സമയങ്ങളിൽ ഈ ലക്ഷണമായിട്ട് വരിക എന്ന് പറയുന്നത്. കാക്ക ഇത്തരം വസ്തുക്കൾ കൊണ്ടുവന്നിട്ടാൽ നിങ്ങൾ എടുത്തു വെക്കുക, അങ്ങനൊന്നും വേണ്ട, അതങ്ങ് പൊയ്ക്കോട്ടെ, അല്ലെങ്കിൽ അത് കണക്കാക്കേണ്ട കാര്യമില്ല. അത് നിങ്ങൾ എടുത്ത് വീട്ടിൽ സൂക്ഷിച്ചു വെക്കുക, അങ്ങനൊന്നും ചെയ്യരുത്, അതൊന്നും വേണ്ട. പക്ഷേ മനസ്സിലാക്കുക, ആ ശകുനം അത്തരത്തിൽ കാക്ക, മരക്കഷ്ണം, അതുപോലെ പൂവ്, ധാന്യം, ലോഹം, ഇതൊക്കെ അപൂർവമായിട്ടേ കൊണ്ടുവരുള്ളൂ. കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ അത് ഐശ്വര്യത്തിൻ്റെ ലക്ഷണമാണ് എന്നുള്ളത്. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൻ്റെ അടുക്കളയിൽ കാക്ക പ്രവേശിക്കുക എന്നുള്ളതാണ്. ഒരുപാട് വീട്ടമ്മമാർ ഭയപ്പെടും, അയ്യോ കാക്ക അടുക്കളയിൽ കയറിയല്ലോ, ദോഷമാണോ, അനർത്ഥമാണോ, ദുഃഖമാണോ എന്നൊക്കെ വല്ലാതെ സങ്കടപ്പെടുന്ന വീട്ടമ്മമാരെ കാണാറുണ്ട്. ഒരു ദോഷവുമില്ല, ധൈര്യമായിരിക്കൂ. കാക്ക ഈ ഒരു സമയത്ത് അടുക്കളയിലോ വീടിനുള്ളിലോ പ്രവേശിക്കുന്നത് അല്ലെങ്കിൽ കയറി പറന്നിറങ്ങിപ്പോകുന്നത്, ചിലപ്പോൾ ഒരു ജനൽ വഴി കയറി മറ്റൊരു ജനൽ വഴി അല്ലെ കതവ് വഴി പറന്നു പോകുന്നത് കാണാൻ സാധിക്കും. ചിലപ്പോൾ അടുക്കളയിൽ ഉള്ളിൽ കയറിയിട്ട് എന്തെങ്കിലും കൊത്തിക്കൊണ്ട് പറന്നു പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഏറ്റവും ശുഭമെന്നാണ് പറയുന്നത്. ആ വീട്ടിൽ മഹാലക്ഷ്മി വസിക്കുന്നുണ്ട്, ആ വീട്ടിൽ ഈശ്വരാധീനം ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ സംഭവിക്കുള്ളൂ എന്നാണ് ലക്ഷണം പറയുന്നത്. ഏറ്റവും കൃത്യമായ ലക്ഷണശാസ്ത്രത്തിൽ പറയുന്നത് വാവടുത്ത് നിൽക്കുന്ന പിതൃപ്രീതി നിറഞ്ഞ ഈ ഒരു സമയത്ത്, പിതൃക്കളുടെ സാന്നിധ്യം നമ്മളുടെ വീട്ടിലുള്ള സമയത്ത് കാക്ക വീട്ടിനുള്ളിൽ പ്രവേശിക്കുന്നത് ആ പിതൃ അനുഗ്രഹത്തിൻ്റെ, നമ്മളുടെ ജീവിതത്തിൽ ശനിദോഷ ദുരിതങ്ങൾ തീർന്ന് ഐശ്വര്യം വരുന്നതിൻ്റെ, ശനിയുടെ പക്ഷി കൂടിയാണ് കാക്ക എന്ന് പറയുന്നത്, ശനിദേവൻ്റെ വാഹനം കൂടിയാണ്. അപ്പം ശനിപ്രീതിയുടെ ഒരു ലക്ഷണം കൂടിയായിട്ടാണ് ഈ വാവ് അടുത്ത് നിൽക്കുന്ന സമയത്ത് കാക്കയുടെ വീട്ടിനുള്ളിലുള്ള പ്രവേശനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആരും വിഷമിക്കരുത്, ഏറ്റവും ശുഭശകുനമാണ്. കയറി എന്ന് കരുതി അയ്യോ വിഷമിച്ച് ദോഷമാണോ എന്ന് ഭയപ്പെടരുത്, നല്ലതാണ് എന്നുള്ളതാണ്.
ഇതാണ് രണ്ടാമത്തേത്. മൂന്നാമത്തത് എന്ന് പറയുന്നത് നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് നിങ്ങൾ കാണുക കാക്ക കുത്തിക്കുഴിക്കുക എന്ന് പറയുന്നത്. നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് വന്നിരുന്ന് ചിലപ്പം നനഞ്ഞ ഈറൻ മണ്ണായിരിക്കും കർക്കിടക മണ്ണ് എന്ന് പറയുന്നത്. ആ ഈറൻ മണ്ണിൽ കാക്ക കുത്തി കുത്തി കുഴികളുണ്ടാക്കും എന്നുള്ളതാണ്. നിങ്ങൾ കാണുക അത് ചെയ്യും. ചിലപ്പോൾ നിങ്ങളൊരു വഴിക്ക് പോകാൻ ഇറങ്ങുന്ന സമയത്ത് ഈ ഒരു ശകുനം കാണുന്നത് അതീവ ശുഭകരമാണ്. ചിലപ്പം വീട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴായിരിക്കും ഇത് കാണുന്നത്. അതീവ ശുഭകരമാണ്. ഇത് കാണണം. വെറുതെ നമ്മൾ ആ പാടോ ചിഹ്നമോ മാത്രം കണ്ടു കഴിഞ്ഞിട്ട് കാര്യമില്ല. നമ്മളുടെ മുന്നിൽ തിരുമുന്നിൽ കാക്ക അത്തരത്തിൽ കുത്തിക്കുഴിക്കുന്നത് ഏറ്റവും ശുഭകരമാണെന്നാണ് ലക്ഷണശാസ്ത്രം പറയുന്നത്. നമ്മളുടെ ദുരിതങ്ങൾ തീർന്ന് തടസ്സങ്ങൾ നീങ്ങുന്നതിൻ്റെ ലക്ഷണമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ഒരുപാട് മനപ്രയാസങ്ങൾ, തടസ്സങ്ങൾ, ജീവിതത്തിൽ വിഘ്നങ്ങൾ, പ്രശ്നങ്ങൾ, ഒന്നുമാറി ദുരിതങ്ങൾ, ഇതൊക്കെയുള്ള ജീവിതമാണ് നിങ്ങളുടേത് എന്നുണ്ടെങ്കിൽ, അത്തരത്തിൽ പ്രയാസപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ദുഃഖ ദുരിതങ്ങളൊക്കെ ഈ വാവ് കഴിയുന്നതോടുകൂടി പിതൃപ്രീതിയാൽ ഐശ്വര്യങ്ങളായി മാറും എന്നുള്ളതിൻ്റെ ഏറ്റവും മികച്ച ലക്ഷണമാണിത്. അപ്പം ഇതും ഏറ്റവും ശുഭകരമാണ്. അടുത്തത് നാലാമത്തേത് എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ വിളക്ക് വയ്ക്കുന്ന സമയത്ത് കാക്ക വീട്ടിൽ വന്ന് ശബ്ദമുണ്ടാക്കും എന്നുള്ളതാണ്. കാക്ക കരയല്ല, ചിലപ്പോൾ ഒരു മുരളുന്ന പോലൊരു ശബ്ദമുണ്ടാക്കും എന്നുള്ളതാണ്. അത്തരത്തിൽ വിളക്ക് വെക്കുന്ന സമയത്ത് നിങ്ങൾ വിളക്ക് കത്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, അപ്പോഴായിരിക്കും കാക്ക വന്നിട്ട് ഒരു പ്രത്യേകതരം ശബ്ദമുണ്ടാക്കുന്നത്, കരയുന്ന പോലൊരു ശബ്ദമുണ്ടാക്കുന്നത്. നിങ്ങളിത് വിളക്ക് വെക്കുന്ന സമയത്ത് ഒരു നിമിത്തം എന്നോണം ഇത് കേൾക്കുകയാണ് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് പറയുന്നു, നിമിത്തശാസ്ത്രം പറയുന്നത് പിതൃപ്രീതി ആ വീട്ടിൽ അലയടിക്കുന്നുണ്ട്. വാവ് പിറക്കുന്ന ഈ ഒരു സമയത്ത് അത്തരം ലക്ഷണങ്ങൾ, വാവിൻ്റെ തലേന്നോ വാവിൻ്റെ അന്നോ ഒക്കെ വിളക്ക് കത്തിക്കുമ്പോൾ ഇങ്ങനെ സംഭവിച്ചാൽ അത് ശുഭശകുനമായി കണക്കാക്കാം. വരാൻ പോകുന്ന ധനാഭിവൃദ്ധിയുടെ ലക്ഷണമായിട്ടാണ് ഈ ലക്ഷണത്തെ കണക്കാക്കുന്നത്. നിമിത്തശാസ്ത്രം പറയുന്നത് ഈ ഒരു ലക്ഷണം വന്നു കഴിഞ്ഞാൽ ജീവിതത്തിലെ ധന തടസ്സങ്ങൾ മാറും, പിതൃപ്രീതിയുണ്ട്, ജീവിതത്തിൽ ചെന്ന് തൊടുന്നതൊക്കെ ഐശ്വര്യമായി തീരുകയും ചെയ്യുന്നതാണ് എന്നുള്ളതാണ്. ഇതാണ് നാലാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്. അടുത്തത് അഞ്ചാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ ആഹാരം കർക്കിടക വാവ് ദിവസം കാക്കയ്ക്ക് വെച്ചു കൊടുക്കുകയും കാക്ക അത് വന്ന് സ്വീകരിക്കുകയും ചെയ്താൽ അതിൽ പരമൊരു ഐശ്വര്യം വേറെ ഇല്ലെന്നാണ് പറയുന്നത്. എല്ലാ വീട്ടിലും ഒരുപക്ഷെ ഒരു ഇലയിൽ ചോറ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വാവ് ദിവസം ഉച്ചയ്ക്ക് നിങ്ങളുടെ ആഹാരത്തിൻ്റെ പങ്ക് പിതൃക്കളെ ഓർത്ത് പിതൃപക്ഷിക്ക് വെച്ചു കൊടുത്താൽ അത് സ്വീകരിക്കില്ല. പല വീടുകളിലും വെച്ചു കൊടുക്കുന്ന സമയത്ത് കാക്ക ഇല എടുക്കാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും എന്നുള്ളതാണ്. അത് പിതൃപ്രീതിയുടെ ലക്ഷണമല്ല. എടുത്തില്ല എന്നുണ്ടെങ്കിൽ പിതൃക്കൾ സംതൃപ്തരല്ല എന്നുള്ളതാണ്. അതേസമയം കാക്ക വന്ന് കഴിക്കുക, ചിലപ്പം നമ്മൾ പോലും അറിയത്തില്ല, വീട്ടിൽ ആഹാരം വെന്തിറങ്ങുന്ന സമയത്ത് നമ്മളുടെ വീടിൻ്റെ അടുക്കള വാതിൽ കാക്ക വല്ലാതെ വന്ന് ശബ്ദം കൂട്ടും. ചിലപ്പോൾ നമ്മൾ ഭക്ഷണം കൊണ്ടുപോയി വെച്ച് കൊടുക്കുമ്പം അത് വലിയ ആവേശത്തോടു കൂടി കാക്ക വന്ന് കഴിക്കും. ആൾ നിന്നാൽ പോലും അത് കാര്യമാക്കാതെ കാക്ക വന്ന് കഴിക്കും. പിതൃപ്രീതിയുടെ ലക്ഷണമാണ് കേട്ടോ, ഏറ്റവും ഐശ്വര്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും ഈ ഒരു കർക്കിടക വാവ് ദിവസം ആഹാരം വെന്തിറങ്ങിയ ഉള്ളതി പങ്ക് എന്താണോ ഉള്ളത് ഒരു ഇലയിൽ വെച്ച് കാക്കയ്ക്ക് നൽകുക. കാക്ക അത് സ്വീകരിച്ചാൽ അതിൽ പരമൊരു ഐശ്വര്യം വേറെ കിട്ടാനില്ല എന്നുള്ളതാണ്. ഇതാണ് അഞ്ചാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്. അപ്പം 5 ലക്ഷണം ഞാൻ പറഞ്ഞു, ശുഭലക്ഷണമാണ്. ഇതിൽ ഒരെണ്ണമെങ്കിലും വീട്ടിൽ കണ്ടാൽ എഴുതി വെച്ചുകൊള്ളൂ. ഐശ്വര്യം നിങ്ങളുടെ വീട്ടിലും പടികയറി വരും. ജീവിതത്തിലെ ദുരിതങ്ങൾ പിതൃക്കളുടെ ഐശ്വര്യത്താൽ, പിതൃക്കളുടെ അനുഗ്രഹത്താൽ വന്നു ചേരുകയും ചെയ്യുന്നതാണ്. ഇനി വേറെ ഒരു 4 ലക്ഷണങ്ങൾ ഞാൻ പറയാം. ഇത് ദോഷലക്ഷണങ്ങളാണ് കേട്ടോ. കാക്ക വീട്ടിലോ പരിസരത്തോ ഈ ലക്ഷണങ്ങൾ വന്ന് കാണിച്ചു കഴിഞ്ഞാൽ എഴുതി വെച്ചുകൊള്ളൂ, അനർത്ഥമാണ്, ദുരിതമാണ്, ദോഷമാണ് വരാൻ പോകുന്നത്. ഈ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞാൻ പറയുന്ന പരിഹാരം നിങ്ങൾ ചെയ്യണം കേട്ടോ. പിതൃക്കന്മാർ നമുക്ക് സൂചിപ്പിക്കുന്ന കാക്കയിലൂടെ നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന അപകട ദുരിതങ്ങളെ മുൻകൂട്ടി വിളിച്ചു പറയുന്നതാണ്. ഒരു കാരണവശാലും ഈ ലക്ഷണങ്ങൾ കണ്ടാൽ നിസ്സാരമായിട്ട് കണ്ടു കളയരുത്. ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങൾ കർക്കിടക വാവ് ദിവസം ബലിയിടാൻ പോകുന്ന സമയത്തോ അല്ലെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സമയത്തോ ശരീരത്തിൽ തട്ടി കാക്ക പറന്നു പോവുക എന്നുള്ളതാണ്. അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. ഇതെല്ലാവർക്കും സംഭവിക്കുന്ന കാര്യമല്ല. നിങ്ങളുടെ ദേഹത്ത് തട്ടിക്കൊണ്ട് കാക്ക പറന്നു പോകുന്ന ഒരവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ അനർത്ഥ ദുഃഖ ദുരിതങ്ങളുടെ
ലക്ഷണമായി കണക്കാക്കാം എന്നുള്ളതാണ്. അത്തരത്തിൽ ദേഹത്ത് തട്ടി കാക്ക പറന്നു പോയി കഴിഞ്ഞാൽ നിങ്ങളൊരു ജ്യോതിഷ പണ്ഡിതനെ ഉറപ്പായിട്ടും പോയി കാണണം കേട്ടോ. ഒരു ജ്യോതിഷ പണ്ഡിതനെ കണ്ട് നിങ്ങളുടെ പിതൃദോഷ പരമ്പര കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. പിതൃക്കളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള ദോഷങ്ങൾ, സമീപകാലത്ത് നടന്ന മരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ദോഷങ്ങൾ, നാൾ ദോഷങ്ങൾ, മരണനാൾ ദോഷങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. കാക്ക ദേഹത്ത് തട്ടി പറന്നു പോവുക, അതും വാവ് ദിവസം എന്ന് പറഞ്ഞാൽ അനർത്ഥമാണ്, ദോഷമാണ്, ദുഃഖ ദുരിതമാണ് എന്നുള്ളതാണ്. ഇതാണ് ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ദോഷലക്ഷണം. രണ്ടാമത്തേത് എന്ന് പറയുന്നത്, നിങ്ങളുടെ വീട്ടിൽ വിളക്ക് കത്തിച്ച് വെക്കുമ്പം കാക്ക വന്നത് തട്ടിമറിച്ചിടുക, അല്ലെങ്കിൽ കത്തിയിരിക്കുന്ന നിലവിളക്കിൻ്റെ തിരി കാക്ക കൊത്തിക്കൊണ്ട് പോവുക എന്നുള്ളതാണ്. ഈ വാവ് ദിവസമോ വാവ് അടുത്ത് നിൽക്കുന്ന ദിവസങ്ങളിലോ ഈ ഒരു ലക്ഷണം വരുന്നത് അതീവ അശുഭമായിട്ടുള്ള കാര്യമാണ്, അനർത്ഥമായിട്ടുള്ള കാര്യമാണ്, ദോഷമായിട്ടുള്ള കാര്യമാണ്. ഒരു കാരണവശാലും ഇത്തരത്തിൽ സംഭവിച്ചാൽ വെറുതെ ഇരിക്കരുത്. അതിന് ദോഷങ്ങളുണ്ട്, നിങ്ങളുടെ വീടിന് ദോഷങ്ങളുണ്ട്, പിതൃദോഷം നിലനിൽക്കുന്നുണ്ട്. ജാതകം നോക്കിക്കണം, സമയം നോക്കിക്കണം, നേരം നോക്കിച്ച് വേണ്ട പരിഹാരം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വരും കാലത്തിൽ അനർത്ഥങ്ങളുടെ പെരുമഴയായിരിക്കും ആ വീട്ടിൽ പെയ്യാൻ പോകുന്നത് എന്നുള്ളത്. ഇതാണ് രണ്ടാമത്തെ ലക്ഷണം. ഏതെങ്കിലും സാഹചര്യത്തിൽ കാക്ക അത്തരത്തിൽ ഇത് വിളക്ക് തിരിയെടുത്തു കൊണ്ടുപോകുന്നത്, വിളക്ക് തട്ടിമറിച്ചിടുന്നത്, ഇതൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, നോക്കിക്കുക, അതിനുള്ള പരിഹാരം കാണുക എന്നുള്ളതാണ്. മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു വഴിക്ക് പോകാൻ ഇറങ്ങുന്ന സമയത്ത് കാക്ക നിങ്ങളുടെ തലയ്ക്ക് കൊത്താൻ വരികയാണ് എന്നുണ്ടെങ്കിൽ, കാക്ക കൊത്താൻ വരും. ചിലരെ വീടിന് പുറത്ത് കണ്ടു കഴിഞ്ഞാൽ കാക്ക കൊത്തി ഉപദ്രവിക്കാൻ വരും. അതീവ ദോഷകരമായിട്ടുള്ള കാര്യമാണ്. ആരെങ്കിലും അത്തരത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ, ഉപദ്രവിക്കാൻ വരുന്നുണ്ട്, കാക്ക കൊത്താൻ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ദോഷമാണ്. ആ ഒരു വ്യക്തിക്കാണ് അതിൻ്റെ ദോഷം, ഒരിക്കലും ആ വീടിനോ വീട്ടിലുള്ള മറ്റുള്ളവർക്കോ അല്ല. അവർക്ക് പല രീതിയിലുള്ള പിതൃദോഷങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിന് വേണ്ട ജാതകം നോക്കിച്ചുള്ള പരിഹാരം ചെയ്യണം. കൃത്യമായിട്ട് നിങ്ങൾ നോക്കിക്കുമ്പം കാണാൻ സാധിക്കും പിതൃദോഷം നിലനിൽക്കുന്നത്. പിതൃദോഷത്താൽ ആ നക്ഷത്ര ജാതകൻ കിടന്ന് വലയുന്നത് കൃത്യമായിട്ട് ജീവിതത്തിൽ കാണാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ഇതാണ് മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്. നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമാണ്. ഈ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ദോഷ ദുരിതമാണ്. കണ്ണും പൂട്ടി പറയാം, അതീവ ദുഃഖകരമായിട്ടുള്ള വാർത്തകൾ ആ വീട്ടിൽ അല്ലെങ്കിൽ ആ വ്യക്തിയെ തേടി വരാൻ പോകുന്നു. കാര്യം മറ്റൊന്നുമല്ല, നിങ്ങളുടെ വീട്ടിലോ പറമ്പിലോ കാക്ക ചത്ത് കിടക്കുന്നത് കാണുന്നത്, കാക്ക ചത്ത് കിടക്കുന്നത് വീട്ടിലോ പരിസരത്തോ കണ്ടു കഴിഞ്ഞാൽ, ഈ വാവ് അടുത്ത് നിൽക്കുന്ന സമയത്ത് കാക്കയുടെ ആ ഒരു ശവശരീരം അല്ലെങ്കിൽ കാക്ക ചത്ത് കിടക്കുന്നത് കാണുന്നത് ദോഷമായിട്ടുള്ള കാര്യമാണ്. ഉടൻ തന്നെ വീട്ടിലെല്ലാവർക്കും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി പരമശിവന് ചെയ്യണം. വീട്ടിനടുത്ത് ശിവക്ഷേത്രം എവിടെയാണോ ഉള്ളത് അവിടെ പോയി ശിവന് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ചെയ്യണം. മൃത്യുവിനെ ജയിച്ചവൻ മൃത്യുഞ്ജയൻ, ആ മൃത്യുഞ്ജയന് ചെയ്യണം. ഇല്ല എന്നുണ്ടെങ്കിൽ അത് ദോഷ ദുരിത ദുഃഖാനർത്ഥമായി ജീവിതത്തിൽ വരും. വാവടുത്ത് നിൽക്കുമ്പം യാതൊരു കാരണവശാലും കാക്ക ചത്ത് കിടക്കുന്നത് കാണരുത്. ദുശകുനമാണ്, നാശമാണ് ഫലം എന്നുള്ളതാണ്. ഇതാണ് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ദോഷലക്ഷണങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ പരിഹാരം തേടണം. നിസ്സാരമായിട്ട് കാണരുത്. കാക്ക ഈ വാവ് സമയത്ത് നൽകുന്ന ഒരു ലക്ഷണവും അത് വെറുതെ അല്ല. ഓരോന്നിനും അതിൻ്റേതായ ലക്ഷണശാസ്ത്ര ആഖ്യാനങ്ങളുണ്ട്. ഞാൻ ഈ പറഞ്ഞതല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ലക്ഷണങ്ങൾ വീട്ടിലോ പരിസരത്തോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ ലക്ഷണശാസ്ത്രം പ്രകാരം ഗണിച്ച് പറയുന്നതാണ്. തീർച്ചയായിട്ടും കാക്ക നൽകുന്ന ലക്ഷണങ്ങൾ ചുമ്മാതെ വിട്ടുകളയരുത്. ദോഷങ്ങൾ ഒഴിഞ്ഞിരിക്കട്ടെ എന്നുള്ളതാണ്. ദീർഘിപ്പിക്കുന്നില്ല, പറഞ്ഞുകൊണ്ട് അധ്യായം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.